നീ എന്താ ഇവിടെ? പാർട്ടിയുടെ വല്ല പരിപാടിയിട്ട് വന്നാണോ? വാ പറയാം. ഇയാൾക്ക് വേറെ വല്ല ബിസിനസ് ഉണ്ടോടെ? പിന്നെ മൂപ്പർക്ക് വൈകിട്ട് ഉണക്കമീൻ്റെ പണിയുണ്ട്. അത് ശരി. സമയവും പോയി. ഇയാളിത് ഇവിടെ പോയി കിടക്കും. അപ്പോ കുഞ്ഞുണ്ണി ദേഷ്യം തീർത്താണല്ലേ? അറിഞ്ഞൂടാ. മുകുന്ദൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ എത്തിപ്പെടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ജോലി ശരിയാക്കണല്ലേ? ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നതിൽ പറ്റിയ ഒരാൾ മുട്ടിച്ചേരായിരുന്നു. ഏതായാലും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ സബ്ജി മാർക്കറ്റിൽ പോയി നോക്കട്ടെ. ചങ്ങാതിയുടെ സ്ഥിതി നേരിട്ട് കണ്ടല്ലോ, ഇനി പൊയ്ക്കൂടെ? അയാൾ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ജെയിംസിന് ധൃതി ഉണ്ടെങ്കിൽ പോയിക്കോ. എനിക്ക് ധൃതിയൊന്നുമില്ല. ഇന്നിനിപ്പോ കാര്യമായിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും ഇല്ലല്ലോ. പത്രത്തിൽ എന്താ ഇത്ര വലിയ വിശേഷം? ഇത് കരുണൻ എന്റെ സുഹൃത്താണ്. വരുന്ന തെരഞ്ഞെടുപ്പിന് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. അത് ശരി. നാട്ടിൽ ഇത്രയും വലിയ ബന്ധങ്ങളുള്ള ആളാ ഇവിടെ വന്ന് കുബൂസും തൈര് അടിച്ചോണ്ട് നടക്കണം. കഷ്ടം. സുഹൃത്ത് അവിടെ കിടന്ന് കൈയും കലാശവും ഒക്കെ കാണിക്കുന്നു. അതെ മുകുന്ദ, ആ നിൽക്കുന്ന അറബിയെ കണ്ടില്ലേ? ആള് വലിയൊരു കക്ഷിയാ. ഒരുപാട് കമ്പനികളുള്ള ആളാ. എന്റെ സ്ഥിരം കസ്റ്റമറാ. മൂപ്പര് വിചാരിച്ച ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റും. മനുഷ്യപ്പറ്റുള്ളവനാ. നിവൃത്തി ഉണ്ടെങ്കിൽ ചെയ്യും. ചെല്ല്, മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ബാസിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ, അവിടെ ആളില്ല. തിരക്കുഞ്ഞിട്ട് നമുക്ക് വൈകിട്ടോ മറ്റേ കാണാം. എന്നാ ശരി. السلام عليكم. وعليكم السلام ورحمة الله. هذا صديق مال عباس؟ زين زين زين. كم فلوس ابوي؟ 10 درهم. انا الشيل. خلي هذا خلي هذا ابوي خلي هذا. ما في مشكلة انا الشيل. تعال يلا روح. എന്താ അറബി പറഞ്ഞത്? ഒക്കെ ഞാൻ പറഞ്ഞോളാം. തനിക്ക് അറബി അറിയില്ലല്ലോ. കൂടെ വാ. باكر نسير ماليزيا رجاء بعد الشهر. صار بالليل بالمكتب عنده. زين لازم تعال اليوم كلهم بيخلص. لازم تعال اليوم بالمكتب كلهم بيخلص. مع السلامة. شكرا. എന്തായി? പുള്ളിക്കാരൻ ഇന്ന് മലേഷ്യക്ക് പോകണമെന്ന്. ഇനി 1 മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. നിങ്ങൾക്കൊരു ജോലി തന്നിട്ട് പൊയ്ക്കൂടെ 1-2 ദിവസം കഴിഞ്ഞിട്ട് എന്ന് ഞാൻ ചോദിച്ചു. പുള്ളിക്ക് ഇന്ന് എന്നെ പോണമെന്ന് ഒരേ നിർബന്ധം. അതെ, എനിക്കിന്നൊരു അർജന്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാനതിപ്പോഴാ ഓർത്തത്. എന്റെ ഒരു കാര്യം, ഞാൻ പോയിട്ട് വരട്ടെ. അബ്ദുള്ള ഭായ് കിതർ ഗയാ? കിതറോ ഗയാ. കുറച്ച് പഞ്ചസാര. ഒരു പൊറോട്ട വാങ്ങിച്ചിട്ട് 1 കിലോ പഞ്ചാര അകത്താക്കാനുള്ള പരിപാടിയാണല്ലേ. കറി വാങ്ങാത്തവർക്ക് ഇച്ചിരി പഞ്ചാര ഫ്രീ എന്നുള്ള നേരാ എന്ന് വെച്ച് ഇങ്ങനെ കുത്തിക്കയറ്റാമോ? വേണ്ട, പഞ്ചസാര വേണ്ട. എന്തേത് ഇന്ത്യൻ റുപ്പിയേ? ദർഹം തീർന്നു. നിങ്ങൾ മലയാളിയല്ലേ, നാട്ടിലേക്ക് ഇന്ത്യൻ ഉറുപ്പി അയക്കാലോ. തരികിട കാണിക്കരുത്. മര്യാദക്ക് ദർഹം കൊടുക്ക്. ദർഹം ഇല്ല സുഹൃത്തെ. ഇല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പ് പറയണമായിരുന്നു. ഈ ഇന്ത്യൻ റുപ്പിയക്ക് വേണ്ടി ഞാൻ ദുബായിൽ ഒന്ന് കച്ചവടം നടത്തണോ? ഈ ഇന്ത്യൻ റുപ്പിയ ഉണ്ടല്ല, ഇന്ത്യയിലെ ഒറ്റ വിമാനത്താവളത്തിൽ പോലും എടുക്കൂല. അത്രക്ക് വില ഒരു സാധനം ഇതേ പിടിച്ചേ. എന്താ പ്രശ്നം? വയറിറച്ച് ആഹാരം കഴിച്ചിട്ട് ഇന്ത്യൻ റുപ്പിയ ഉള്ളത്രേ. സാരില്ല, കാശ് ഞാൻ മാറ്റി തരാം. ഇത് ഞാൻ നോക്കിക്കോളാം. നീ പ്ലേറ്റ് ഒക്കെ പോയിട്ട് എടുത്തു വെക്കാൻ നോക്ക്. ആ ടേബിളിലെ. വലിയ ഉപകാരം. നിങ്ങൾ മലയാളി ആയത് നന്നായി. നോമ്പ് കഴിഞ്ഞപ്പം
പള്ളിയിലെ ഭക്ഷണം ഇല്ലാണ്ടായല്ലേ? പള്ളിയിൽ വരുന്നത് നിസ്കരിക്കാനല്ലാന്ന് മനസ്സിലായി. നാട്ടിലെ അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? ഞങ്ങളെ നാട്ടിൽ പള്ളി അമ്പലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൈവമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. പരിചയപ്പെടാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോ മൂപ്പർക്ക് കൂടുതൽ ഇഷ്ടം. എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തൂലല്ലോ. മൂപ്പരുടെ ഇഷ്ടത്തെ പറ്റി ഞാനങ്ങനെ ആലോചിക്കാറില്ല. അല്ല, പണിയൊന്നും ആയില്ലേ? ഇല്ല. എന്ത് പണിയാ അറിയാ? ചായക്കട നടത്തി പരിചയമുണ്ട് നാട്ടില്. ആണോ? ആ. ഇവിടെ രണ്ടാൾക്കാർ ലീവിന് പോയിട്ടുണ്ട്. ഒരുത്തൻ തിരിച്ചു വരുന്ന കാര്യം സംശയ. താല്പര്യമാണെങ്കിൽ തൽക്കാലം ഇവിടെ എങ്ങനെ കൂടാ? ഈ സുലൈമാൻ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. ആ, അതപ്പം നോക്കാം. ഓ, മകളുടെ ഭർത്താവാ, അതത്ര കാര്യാക്കണ്ട. भाई साहब एक डंडा कोका कोला दे दो. ആ ജി, ആ കെട്ടും മാറാപ്പ് ഒരു മൂലയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടേ അകത്തോട്ട് കയറിക്കോ. എന്നിട്ട് അയാൾക്ക് ഒരു കൊക്കക്കോല കൊണ്ടുപോയിക്കോട്. കൊക്കക്കോള. അതുകൊണ്ട് അമേരിക്കൻ കോള കമ്പനികളോട് ഞാൻ പറയുന്നു, ക്വിറ്റ് ഇന്ത്യ. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ്. എന്തേ കൊക്കോക്കോളം നിങ്ങളെ പിടിച്ച് കടിച്ച? ഞാനത് കൊടുക്കൂല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? എന്നതാ ഡൈനിങ് ഹോളിൽ വാഷ് ബേസിൻ വേണ്ടാന്ന് തന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളല്ലോ. പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ചില്ലി കാശ് ഞാൻ തരത്തില്ല. എന്നതാ? അയ്യോ, കഴിഞ്ഞ ആഴ്ച ഇറക്കിയ സിമന്റ് താൻ എന്നാ ചെയ്തു? ഒരു കൊല്ലം കൊണ്ട് വീട് തീർത്ത് താക്കോല് തരാന്ന് പറഞ്ഞിട്ടിപ്പം കൊല്ലം 3 എന്നാ കാശല്ലാതെ പുളുങ്കുതാണോടോ ഞാൻ എണ്ണി തരുന്നത്? കുര്യാക്കോസേ, താൻ എന്നോട് കോൺട്രാക്ടർ കളിച്ചേക്കല്ലേ? വർഗീസേട്ടൻ കോൺട്രാക്ടർ ചീത്ത പറയാൻ ഫോൺ വിളിക്കണ കാശുണ്ടെങ്കിൽ നാട്ടിൽ നല്ലൊരു വീട് പണിയായിരുന്നു. പെര പണിയുന്നോന്റെ ദണ്ണം അത് പണിയുന്നോനെ അറിയത്തുള്ളൂ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിലൊന്ന് ചുരുണ്ടുകൂടി കിടന്നേച്ചും പിറ്റേന്ന് തന്നെ മേലോട്ട് കെട്ടിയെടുത്താലും വേണ്ടി വേലായിരുന്നു. റൂമിലെ പുതിയൊരു ആള് കൂടി വരുന്നുണ്ട്. അബ്ദുള്ളൊക്കെ വിളിച്ചു പറഞ്ഞതാ. ആ, അപ്പൊ വാടകയുടെ ഷെയർ ഇച്ചിരി കുറയും. ആ കാശുണ്ടെങ്കിൽ നാട്ടിൽ ഒരു ജാക്ക് സിമന്റ് മേടിക്കാം. ഓ, കുളിമുറി കയറി ഇതുപോലെ പള്ളി നീരാട്ട് നടത്തിയ ആ കാശ് അങ്ങ് പോയി കിട്ടും. ഒരു 100 ലിറ്റർ വെള്ളം വേണം ഈ പൂവാലിന് കുളിക്കാൻ. സിബീഷേ, മതിയാക്കടാ. എന്റെ വർഗീസേ, ജലദോഷം കാരണം ഞാനിന്ന് കുളിച്ചിട്ടില്ല. അതും കൂടി ചേർത്ത് സിബീഷ് കുളിച്ചോട്ടെ. ഒന്നിച്ച് താമസിക്കുമ്പോ ഇങ്ങനെ എച്ചിക്കണക്ക് പറയരുത്. ഇവന്റെ കാര്യത്തില വിട്ടേള വർഗീസേ. എല്ലാരും എത്തിയോ? എത്തി. എല്ലാം ടിവിയുടെ മുന്നിലാ. എലക്ഷൻ നാട്ടിലാണെങ്കിലും അതിന്റെ പൊരിച്ചില് മുഴുവൻ ഇവിടെ. ഏത് തെണ്ടി ഭരിച്ചാലും സിമന്റിനും കമ്പിക്കും വില ഉറക്കത്തില്ല. പിന്നെ നമുക്കെന്നതാ?